ഒരു വൈദികൻ പാവപ്പെട്ടവർക്കായി തെണ്ടാനിറങ്ങിയപ്പോൾ കിട്ടിയത് 21 കോടി രൂപ. കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നും. എന്നാൽ സംഭവം സത്യമാണ്. 92 പഞ്ചായത്തുകളിൽ ഈ വൈദികൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിശുദ്ധ തെണ്ടൽ വഴിയാണ് ഈ സമാഹരണം സാധ്യമായത്. ഈ പണമാകട്ടെ ജീവനും മരണത്തിനുമിടയിലൂടെ കടന്നുപോകുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അഭയമായി മാറി. ഞങ്ങൾ വന്നത് നമ്മുടെ നീലമെന്ന് പറയുന്ന 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മജ്ജ മാറ്റി വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു 10-65 സ്ക്വാഡുകൾ ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് 40 ലക്ഷം രൂപ ഉണ്ടാകണം. അപ്പോൾ നിങ്ങളുടേതായ സംഭാവന തന്നാൽ ഞങ്ങളത് സ്വീകരിക്കും. വളരെ സന്തോഷം കേട്ടോ. ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നല്ല ശമറായനായി അറിയപ്പെടുന്ന ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ കഥയാണ്. നിസ്സഹായതയുടെ നെരിപ്പോടിലേക്ക് വീണുപോകുന്ന അവയവമാറ്റത്തിന് വിധേയരാകുന്ന രോഗികളെ സഹായിക്കുന്നതിനായി പ്രത്യാശ എന്ന ധനസമാഹരണ പരിപാടിക്ക് തുടക്കമിട്ട വഴികളെക്കുറിച്ച് അച്ഛൻ പറയുന്നു. ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് യാദൃശ്ചികമായി. ഇതൊരു പ്ലാൻഡ് പരിപാടിയല്ല. ഒരു 10-75 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ മുറിയിൽ എന്നെ കാണാൻ വന്നു. മീഡിയ വില്ലേജിലായിരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞ് അപേക്ഷിച്ചു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം, 25 ലക്ഷം രൂപ വേണം, കരൾ മാറ്റി വെക്കണം. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്, കുട്ടനാട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആ കണ്ണുനീര് എനിക്ക് വല്ലാത്തൊരു വേദനയായി. കാരണം എൻ്റെ അപ്പം കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും, എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കണ്ണുനീര് കണ്ട് ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ കൂട്ടക്കരച്ചില്ല, വീട്ടിലുള്ളവരുടെ രോഗി ഉൾപ്പെടെ കരയുക എല്ലാവരും. ആ കരച്ചിലിൻ്റെ മുമ്പിൽ ഇവരെ സഹായിക്കണമെന്നുള്ള ഒരു തീരുമാനം വരുന്നു. ഇതെല്ലാം ദൈവികമായ ഒരു ഇടപെടലായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അങ്ങനെ ഇടപെട്ട് അവിടെ ചെന്നു. 1 മാസം കൊണ്ടാണ് 25 ലക്ഷം രൂപ ഒപ്പിച്ച് ആ കുടുംബത്തെ രക്ഷിച്ചത്. ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിളി വന്നു. അപ്പോൾ ഏതായാലും രക്തബന്ധത്തെക്കാൾ ശക്തമായ ഒരു കൂട്ടായ്മ പ്രത്യാശ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അതിനകത്ത് വിവിധ മതസ്ഥരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സമുദായത്തിൽപ്പെട്ടവരുണ്ട്. കാരുണ്യത്തിൻ്റെ ഒരു എന്താണ് നമ്മുടെ സിരകളിലൂടെ ഓടുന്നത് കാരുണ്യത്തിൻ്റെ രക്തമാണെന്ന് പറയാം. കാരുണ്യത്തിൻ്റെ ഒരു ലഹരി പിടിച്ചിട്ട് ഈ പ്രവർത്തകർ ഓടി നടക്കുകയാണ്. റഷീദ് ഇപ്പം നമ്മുടെ തൃക്കൊടിത്താനത്ത് പല പിരിവായി. എനിക്ക് തോന്നുന്നു റഷീദ് ഇപ്പം 4ാമത്തെ പിരിവ്. എന്താണ് വീണ്ടും ഈ പിരിവിന് ഇങ്ങനെ പോകണമെന്നൊക്കെ തോന്നുന്നതിൻ്റെ കാര്യം എന്താണ്? മെയിനായിട്ടും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പണ്ടുപോലെ ഒരാഗ്രഹമാണ് മനസ്സിൽ. അപ്പോൾ അത് പ്രവർത്തിക്കാൻ അച്ഛനൊക്കെ ഒരു ഭാഗവാക്കായി എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇറങ്ങുന്നത്. സാധാരണ ഇന്ന് റഷീദിന് അറിയാമല്ലോ, സമൂഹത്തിൽ ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ ഇരുന്ന് വട്ടം കൂടിയിരുന്ന ഇതൊക്കെ എണ്ണുകയാണ്. അപ്പോൾ സാധാരണ സമൂഹത്തിൽ പൊതുകാര്യത്തിനോടൊക്കെ ആളുകൾക്ക് സാധാരണ മടുപ്പാണ്. പൊതുവായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പൊതുകാര്യത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ വീടുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുക ആളുകൾ. അപ്പോൾ എങ്ങനെ ഈ പൊതുവായിട്ടുള്ള കാര്യത്തിൽ ഇറങ്ങണമെന്ന് താല്പര്യമൊക്കെ തോന്നുന്നത് എന്താ തോന്നുന്നു പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കണം. ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആർക്കും വരാവുന്നതാണ്. അപ്പോൾ അതിൽ അച്ഛൻ കാണിക്കുന്ന ഒരു മുൻഗണന എല്ലാത്തിലും മുൻഗണന കാണിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കണം, പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലേക്കാണ് പോകുന്നത്. താങ്ക് യു. ഒരിക്കലും ഒരു എതിർപ്പ് ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. കാരണം ആളുകളെ നമ്മുടെ കേരളം അതാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. അപ്പം അത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ അവിടെ മതവും രാഷ്ട്രീയവും സമുദായവും എല്ലാം ഒന്നിക്കുകയാണ്. ഒരു ജീവൻ രക്ഷിക്കുവാനാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യത്തിൽ സംഭാവന കൊടുക്കാനും ഇതിനു വേണ്ടി ഇറങ്ങാനും എല്ലാം ആളുകൾക്ക് സന്തോഷമാണ്. നല്ല സപ്പോർട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇടവകയിലേക്ക് മാറിയപ്പോൾ നിന്നു പോകുമെന്ന് ചോദിച്ചു. നിന്നു പോകത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ കൂടെയുള്ള ആളുകളുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ ടോണി പുളിക്കനും ചന്ദ്രബോസും നീലകണ്ഠം പൂറ്റിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം ഇത് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ പഞ്ചായത്തിലും വാർഡുകളിൽ പോയി അവർ കഷ്ടപ്പെടുകയാണ്. ഇവിടെ തന്നെ ടോണി ആയിരുന്നു തൃക്കൊടിത്താനത്ത്, ഒത്തിരി കഷ്ടപ്പെട്ടു, പറയാതിരിക്കാൻ മേലെ. ശബ്ദം പോലും ഇപ്പോൾ ഇല്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പം പുള്ളി ആയിരിക്കുന്നത്. പക്ഷെ എന്നാലും ആ കഷ്ടപ്പാടിൽ ഒരു സന്തോഷമുള്ളത് കൊണ്ട് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഞങ്ങളെല്ലാം പോവുക.
പിരിക്കുന്ന പൈസ അതാത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ട് പോരുകയാണ്. ഒരു പൈസ പോലും TA പോലും ഞങ്ങൾ വാങ്ങാറില്ല, ഒരു പ്രതിഫലവും വാങ്ങാറില്ല. അതുകൊണ്ട് കൂടുതൽ ദൈവാനുഗ്രഹം ഇതിൻ്റെ കൂടെ വരുന്നവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും സുഖമാണോ? മടുത്തോ? നല്ല വെയിലില്ലായിരുന്നു. എന്നിട്ട് വെയിലൊന്നൊരു പ്രശ്നമല്ല. ബ്യൂട്ടി പാർലറിൽ പോയി വന്ന പോലെ പിരിവ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ കാണിച്ചാൽ ഒരു കാരുണ്യത്തിന്റെ ഒരു എന്താണ് ഒരു സ്പർശം. നല്ല പ്രതികരണം, തയ്യാറായിരിക്കുന്ന പോലെ. മെമ്പറാണ്. പ്രത്യേകം ചില ആൾക്കാരെ കണ്ടിരുന്നു. അവർ വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ചില്ല അതിൽ കൂടുതൽ തുക തന്ന് സഹകരിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പാണ് പ്രത്യാശ ഇവിടെ വരുന്നത്. 2016 പ്രത്യാശ ഇവിടെ വരുന്നത്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ ഈ തരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? തരുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കാരണം ജീവിതത്തിലേക്ക് അവരെ എല്ലാം നമ്മൾ പിടിച്ചുയർത്തി. ഒന്നും പരാജയപ്പെട്ടില്ല. ഈ ഒരാളൊരു 500 രൂപ തരുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയുണ്ട്. തീർച്ചയായും. എല്ലാവരോടും ഞാൻ പറഞ്ഞത് അസുഖക്കാരാണ് മിക്കവരും, കാലുവേദന, നടുവേദനയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ നാളെ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ അസുഖം ഭേദമായി വരും എന്നാണ് പറഞ്ഞത്. ഈ വാർഡിൽ എത്ര സ്ക്വാഡായിരുന്നു? 5 സ്ക്വാഡ്. 5 സ്ക്വാഡ്. ഒരു സ്ക്വാഡിൽ തന്നെ 82,300 രൂപ. ഓക്കെ. എത്ര വീടുകള്? 98 വീടുകൾ. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴെല്ലാം ആയിരങ്ങളാണ് അച്ഛൻ്റെ പിന്നിൽ അണിനിരക്കുക. രോഗിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചാൽ ചികിത്സ എത്രയും വേഗം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അതിനായി ആ സ്ഥലത്തെ ആളുകളെ വിളിച്ചു കൂട്ടും. പിരിവിന് നേതൃത്വം നൽകുക ആ നാട്ടിലെ ആളുകളായിരിക്കും. പണം നൽകുമ്പോൾ രസീതുകൾ വാങ്ങണമെന്ന് നിർബന്ധമാണ്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്തും. തുടർന്ന് രോഗിയുടെ കുടുംബത്തിന് ഈ തുക കൈമാറുന്നത് നാട്ടുകാരുടെ സമിതിയാണ്. ഒരിക്കലും സമയമില്ലാത്ത ഒരവസ്ഥ തോന്നാറില്ല. ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സമയം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ജീവൻ രക്ഷിക്കുവാനുള്ള കാര്യമല്ലേ. അപ്പം സമയം നമുക്ക് ദൈവത്തിൻ്റെ ദാനമാണ്. ആ സമയത്തെ നമ്മൾ എങ്ങനെ ശരിയായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് ക്രമീകരിച്ച് കഴിയുമ്പോൾ ഞങ്ങളിപ്പം തന്നെ 220 പഞ്ചായത്തിലൂടെ ഈ പ്രവർത്തികൾ ചെയ്തു. അപ്പോൾ ഇത്രയും പഞ്ചായത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള വാർഡുകളിലുമെല്ലാം പോയി നമ്മൾ പ്രസംഗിക്കണം. എന്നാലേ ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഏതാണ്ട് 4000-ഓളം പ്രസംഗങ്ങൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. 66 കോടി രൂപ സമാഹരിച്ച് 225 പേരുടെ വൃക്കയും ഹൃദയവും കരളും ഒക്കെ മാറ്റിവെക്കുവാൻ 66 കോടി രൂപ പിരിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ചുമ്മാതെ ചെന്ന പൈസ ഒന്നും കിട്ടില്ല. ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇതിന് ബോധ്യപ്പെടണം, ഇതെന്താണ് ശരിയായിട്ടുള്ളൊരു കോസാന്ന് അവർക്കറിയാം. അപ്പോൾ അത് നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനൊക്കെ സമയം നമ്മൾ തന്നെ നമുക്ക് ശരിയായിട്ട് ക്രമീകരിച്ച് കഴിയുമ്പോൾ ഇതിന് പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഇവർ പ്രത്യാശയുടെ 2 പ്രവർത്തകരാണ്. ബാക്കിയുള്ള പ്രവർത്തകർ ഇനിയും കൂടുതലായിട്ട് എത്തും. മോളമ്മ നെടുങ്കുന്നത്തുനിന്ന് വന്നിരിക്കുന്നയാളാണ്. ഇത് നമ്മുടെ കോട്ടയം അകലക്കുന്നം സുമ എന്നാണ് പേര്. എന്താണ് ഇവരിപ്പം വർഷങ്ങളായി നമ്മുടെ കൂടെയുണ്ട്, ഒരു 10 വർഷത്തോളമായി. എന്താ ഇതിൻ്റെ കൂടെ വരാനുള്ള ആഗ്രഹം എന്താ മോളമ്മേ? ഒരു പ്രാവശ്യം വന്നില്ലേ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്നതാണ്, നമ്മളൊരു കല്യാണത്തിന് പോയില്ലെങ്കിൽ ഇതാണ് മുൻതൂക്കം നമ്മൾ ഏതിനും കൊടുക്കുന്നൊരു സംഭവം. ഇപ്പോൾ അന്നൊരു സമാധാനവും സന്തോഷവും മനസ്സിനൊരു ക്ഷീണവും അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതൊരു ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ കാലിന്ന് വയ്യാതിരിക്കുവാൻ, എന്നിട്ട് ഞാൻ വന്നു. ഞാൻ 2017 നമ്മുടെ അകലക്കുന്നം പഞ്ചായത്തിൽ വെച്ച് ഇതുപോലൊരു പിരിവുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛനും പ്രത്യാശക്കാരും അവിടെ വരുന്നത്. അത് കണ്ട് എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി. ഇതൊരു നല്ലൊരു പ്രസ്ഥാനമാണ്. എൻ്റെ അമ്മ കിഡ്നി വയ്യാതെ വന്ന് മരിച്ചുപോയ ഒരാളായിരുന്നു. അന്നേരം അന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിക്കും എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ ടീമിൻ്റെ കൂടെയും കൂടി ഞാനിപ്പോൾ 7 വർഷം മിച്ചമായി ഇതിലൂടെ പ്രവർത്തിക്കുന്നു. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി ചീരഞ്ചിറ എന്ന സ്ഥലത്തു നിന്നാണ്. 2017 തൊട്ട് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് പ്രത്യാശ എന്ന സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഞായറാഴ്ച പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയ ശേഷം ഞങ്ങൾ ഈ പ്രത്യാശ എന്ന പിരിവിന് വരാറുണ്ട്. കാരണം പ്രത്യാശയുടെ ആപ്തവാക്യം തന്നെ ഒരു പാവപ്പെട്ട രോഗി മരിക്കരുതെന്നാണ്. ഈ സംഘടന ഉള്ളതുകൊണ്ടുകൂടി എത്രയോ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. നേരത്തെ അച്ഛൻ തൃക്കൊടിത്താനത്തെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത്,
അച്ഛനിവിടെ വികാരിയായി തൃക്കൊടിത്താനത്ത് വന്നപ്പോൾ തൃക്കൊടിത്താനത്ത് ക്രൈസ്തവരെക്കാളിലും കൂടുതൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്, സന്തോഷിക്കുന്നത്, മനസ്സുകൊണ്ട് ആഹ്ലാദിക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത്രയ്ക്ക് സ്വീകാര്യത അച്ഛനിവിടെ ഉള്ളത് തൃക്കൊടിത്താനത്ത്. തീർച്ചയായിട്ടും വികാരി എന്ന നിലയിൽ ക്രൈസ്തവരുടെ അല്ല, തൃക്കൊടിത്താനം പള്ളിയുടെ വികാരി മാത്രമല്ല, തൃക്കൊടിത്താനം പഞ്ചായത്തിൻ്റെ തന്നെ ഒരു വികാരിയായി അച്ഛൻ മാറിയിട്ടുണ്ട്. 2 ലക്ഷത്തോളം ആളുകളാണ് പ്രത്യാശയുടെ പ്രവർത്തനങ്ങളിൽ ഇതുവരെ പങ്കാളികളായത്. പലപ്പോഴും ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി രൂപ സമാഹരിക്കുവാൻ കഴിയുന്നു. ബാക്കി വരുന്ന തുകയിൽ നിന്നും 100ഓളം ക്യാൻസർ രോഗികളെ ഓരോ മാസവും സഹായിക്കുവാനും കഴിയുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം എത്തിക്കുവാനും സർക്കാർ ആശുപത്രികളിൽ ഭക്ഷണം നൽകുവാനും പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുവാനും അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുവാനും കഴിയുന്നു. പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനമാകുന്നത് കൊണ്ട് നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരൊക്കെ നന്ദിയുള്ളവരാണ്. നമ്മൾ ഒരു പാവപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, വൃക്ക മാറ്റിവെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു, കരൾ മാറ്റിവെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അതൊക്കെ ആ വ്യക്തി മാത്രമല്ല, ഒരു കുടുംബം മാത്രമല്ല, ആ പഞ്ചായത്തിലുള്ള ജനം മൊത്തം ഒന്നിക്കുകയാണ് ഒരു കാര്യത്തിന്. അത് വലിയൊരു ഇങ്ങനെയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് 5 മണിക്കൂറിൻ്റെ അത്ഭുതമെന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. 5 മണിക്കൂറിൻ്റെ അത്ഭുതം. ആ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ആളുകൾ ചോദിക്കും. അതിരമ്പുഴയിൽ 30 ലക്ഷം രൂപയായിരുന്നു വേണ്ടത് 5 മണിക്കൂർ കൊണ്ട്. പക്ഷേ കിട്ടിയത് 90,50,000 എന്ന് പറയുമ്പോൾ അത്ഭുതമല്ലേ അത്? ഇപ്പം തന്നെ ഇവിടെ വേണ്ട നമുക്ക് 40 ലക്ഷം രൂപയാണ്. ഇപ്പം എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. അവിടെയും അത്ഭുതം സംഭവിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഈ പിരിവിൻ്റെ സമയത്ത് മഴയില്ല എന്നുള്ളതാണ്. 5 മണിക്കൂറും മഴ പെയ്യില്ല. അതും വലിയൊരു അത്ഭുതമാണ്. ഇത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ നല്ല മാതൃകയായിട്ടുള്ള കാര്യമാണ്. നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഒന്നും എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വലിയൊരു ഫാമിലിയാണിത്. മുഹമ്മദ് ഷാഫി, അദ്ദേഹം പത്തനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. വർഷങ്ങളായി പ്രത്യാശയുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഭിന്നശേഷിയുള്ളൊരു കുഞ്ഞുണ്ട്. സാധാരണ കുടുംബസമേതമാണ് വരുന്നത്. ഭാര്യ റജീന. പ്രത്യാശയുടെ പേരിൽ കിഡ്നി പേഷ്യൻറ്റിന് പൈസ പിരിച്ചു കൊടുത്തു. അപ്പോൾ അതിന് നമുക്ക് തോന്നി ഇതിനൊരു നല്ലൊരു പ്രചോദനം നമ്മുടെ അനുഭവത്തിലുണ്ടായി. പിന്നെ ഇതിനകത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഒരു ആത്മധൈര്യവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി വരാൻ ഞങ്ങളുടെ കുടുംബസമേതം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോകും. ഇത് എവിടെ ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് പ്രത്യാശ എന്നുള്ള ഒരു പരിപാടി നമ്മൾ പോകും. ഇവിടുത്തെ ഒരു വാർഡ് മെമ്പറാണ് ബൈജു. നമ്മുടെ തൃക്കൊടിത്താനത്തെ കാര്യം മാത്രം എടുക്കുമ്പോൾ തന്നെ തൃക്കൊടിത്താനത്ത് ഇതുപോലെ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തൃക്കൊടിത്താനം പഞ്ചായത്തിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വില്ലേജിലാണ് ഇതൊക്കെ തലപ്പത്ത് നിന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. ഞാനിപ്പോൾ കയറാൻ പോകുന്നത് ഈ തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിലെ SNDP ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിലേക്കാണ് കയറുക. തൃക്കൊടിത്താനം ഇവിടെയാണ് നമ്മുടെ പിരിവ് കഴിഞ്ഞ ആളുകളെല്ലാം വന്ന് പണം എണ്ണുന്നതും അതുപോലെ തന്നെ സമ്മേളനങ്ങളും എല്ലാം നടക്കുന്ന ഹാളാണിത്. ഇവിടെ ഇപ്പോൾ തന്നെ പ്രത്യാശയുടെ പ്രവർത്തകരൊക്കെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് നിറയെ ആളുകളായിരിക്കും. അവരൊക്കെ പണം എണ്ണിക്കഴിഞ്ഞേ ഇവിടുന്ന് പോകത്തുള്ളൂ. പോകുമ്പോൾ ഒരു 6-7 മണിയാകും ഈ രാത്രി ഇവിടുന്ന് പോകുമ്പോൾ. പക്ഷെ അവരെല്ലാം സംതൃപ്തിയോടെ കുടുംബങ്ങളിലേക്ക് മടങ്ങും. ഒരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു പോകുന്നത് പോലെയാണ് അവരെല്ലാം. ഈ ഭക്ഷണം ചങ്ങനാശ്ശേരി ചീലഞ്ചിറ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അവിടുത്തെ ആളുകളാണ് ഇതൊരു നേർച്ച പോലെ പ്രത്യാശ എവിടെല്ലാം പോയോ അവിടെ എല്ലാം ഭക്ഷണം കൊടുക്കുന്നത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഫ്രീ ആയിട്ട് ദാനമായി, അന്നദാനമാണ്, ദാനമായിട്ട് കൊടുക്കുകയാണ്. എത്ര പേരുണ്ടെങ്കിലും അവർ കൊടുത്തോളും. വർഷങ്ങളായി, ഒരു 10 വർഷമായി അവരിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഏത് ദൂരെയായാലും പ്രശ്നമല്ല. അവിടെ എല്ലാം കുറേ ആളുകൾ, ഒരു 10-25 പേര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വണ്ടിയെ വന്ന് വിളമ്പി കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹം വലുതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ
വലിയൊരു ഒരു അടയാളമായി നമുക്കിതിനെ കാണാൻ പറ്റും. എവിടെ തിരുവുണ്ടോ പ്രത്യാശയുടെ തിരുവുണ്ടോ അവിടെ ഞങ്ങൾ അന്നദാനമായിട്ട് എത്തിയിരിക്കും. അത് എത്ര പേരാണെങ്കിലും കൂട്ടുകാരെല്ലാം കൂടെ കൂടി അമ്പലത്തിൽ നിന്ന് അന്നദാനം വെച്ച് കൊണ്ടുത്തരുന്നു. അമ്പലത്തിൻ്റെ പേരിൽ എത്ര പേരുണ്ടെങ്കിലും അച്ഛനെ അറിയാം 1000 പേർക്ക് കൊണ്ട് കൊടുത്താലും അവിടെ പൂഞ്ഞാറൊക്കെ 1200 പേർക്ക് പൂഞ്ഞാറ് അച്ഛനെവിടെ പിരിവുണ്ടോ അവിടെ ഞങ്ങൾ അന്നദാനമായിട്ട് പോയിരിക്കും. സമൂഹത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി മരണത്തിലേക്ക് ഉറ്റുനോക്കുന്ന അനേകരുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ നാളം തെളിയിക്കാനുള്ള യാത്ര തുടരുകയാണ് ഈ വൈദികൻ.